ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മളിപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നിരുന്ന് നമ്മൾ എപ്പോഴും നമ്മളൊരു എന്താ പറയുക ഒരു പുതിയൊരു സംഭവമായിട്ട് നമ്മൾ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബൈക്കാണ്. മോട്ടോ റാഡിൻ്റെ ഒരു ബൈക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് സംഭവം. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ രുക്കു പറയുന്നതായിരിക്കും. രുക്കു ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഇത് ബിൽറ്റ് ഇൻ ഇന്ത്യ, ഇത് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒരു ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ രുക്കു പറയുന്നതായിരിക്കും. പറ ഇതിനെ പറ്റി എന്തെല്ലാം. അപ്പോൾ ഇതിന് ഇത് ഓണാക്കാൻ സ്ഥലം എവിടെയാ? ഇവിടെ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ 5 ഗിയർ ഉണ്ട്. നമുക്കത് ഇഷ്ടം പോലെ ചെയ്യാം, ഇങ്ങനെ മാറ്റാൻ പറ്റും സ്വിച്ച് ഉള്ളതുകൊണ്ട്. പിന്നെ വേറെ ഇത് സാധാരണ ബൈക്ക് ഓൺ ആക്കുന്ന പോലെയല്ല, കീയും കാര്യങ്ങളും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിത് സൈക്കിൾ ചവിട്ടാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും അല്ല? സൈക്കിൾ ചവിട്ടുകയും ചെയ്യാം, ഓരോ ഗിയറായിട്ട് ഇവിടെ ഇതുണ്ടല്ലോ. ഓക്കെ, ഡുണ്ടൂസ് ബാ, ഡുണ്ടു ഇവിടെ ഉണ്ട്. ഡുണ്ടു നമ്മളപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡുണ്ടൂസ് എന്തെങ്കിലും രണ്ട് വർത്താൻ പറ. ഗുഡ് മോർണിംഗ് പറ. ഇന്ന് സ്കൂളില്ല? സ്കൂളില്ലേ? ഓരോ ഗിയറായിട്ട് ഗിയർ എടുത്ത് ഓട്ടോമാറ്റിക്കായി പോകും. ഓ അങ്ങനെ ചവിട്ടാണ്ട് തന്നെ പോകും. ഓ അങ്ങനെ, അതാ സംഭവം. ഇത് നമുക്ക് ഇതെടുത്തിട്ട് രുക്ക് തലശ്ശേരിയെല്ലാം പോകുന്നേ അല്ലേ? തലശ്ശേരി പോകുന്നയോ? എന്താണ് നമ്മളെ വീട് കേട്ടോ, നമ്മളെ വീട് ഇവിടെ കണ്ടല്ലോ. രുക്കും ഇപ്പോൾ ചവിട്ടാണ്ട് പോകുന്ന പോയിക്കേ. ഇതാ സാധാരണ ഫസ്റ്റ് ഗിയർ ഇട്ട് രുക്കും അങ്ങോട്ട് എത്തി. പറഞ്ഞോ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ. നമ്മുടെ ബ്ലോഗിൽ ഹായ് പറ, സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറ. നാണായി പോക്ക്. ആ എന്താ രുക്കു അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയിട്ടുണ്ട്. ഇതാരാ ഇത്? വാഗിനെ ഫോട്ടോ എടുക്കട്ടെ, നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കട്ടെ. അതൊരുക്കു വീണ്ടും ഓടിച്ച് വരുന്നുണ്ടാ എഡീഷൻ. പിന്നെന്തായാലും ഈ മോട്ടോ റാഡിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇത് സംഭവം. ഇത് എത്ര പൈസ? 29,000, 29,000 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു സൈക്കിൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാ ഇവിടെ ഇതെന്താ ബാറ്ററിയാ? ഇത് ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതാ റീചാർജബിൾ ലയൺ ബാറ്ററി പാക്ക് മോഡൽ, റേറ്റിംഗ്, ചാർജ് വോൾട്ടേജ്. ഇത് എത്ര ദിവസം പേര് എത്തും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ? കുറേ ദിവസം നിൽക്കും അല്ലേ? ഓ അങ്ങനെ, ഇതാണ് സംഭവം. അപ്പോൾ ഞാനൊന്ന് ഈ സംഭവം ഓടിച്ചു നോക്കട്ടെ. ഇതാ പിടിച്ചോ. ഇനിയിപ്പോൾ രുക്കു ഇത് കൺട്രോൾ ചെയ്യും, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഇതാ ഓണോടെ തന്നെയുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈക്കിളിൽ കയറിയിരിക്കുകയാണ്. ഉണ്ടോ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗിയർ എങ്ങോട്ടാ? ഫസ്റ്റ് സെക്കൻഡ് എങ്ങനെയാണ്? ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായി. ഓ അങ്ങനെ ഓട്ടോമാറ്റിക്കായി പോകും. ഓ ഗിയർ ഇരിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? ഇത് ബ്രേക്ക്. ഓ ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്. ചവിട്ടും ചെയ്യാം, അതിൻ്റെ അടുത്ത് ചവിട്ടും ചെയ്യാം. അതിൻ്റെ പരിപാടി ഞാൻ ഇങ്ങനെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ? ഇതിപ്പോൾ നമ്മളൊന്നും ചവിട്ടുന്നൊന്നുമില്ല, പക്ഷേ ഗിയർ ചവിട്ടുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായി നീങ്ങുന്നുണ്ടോ? അടിപൊളി. ഇത് ബ്രേക്ക് അല്ല, ഇത് ബ്രേക്ക്. ഇത് ഓണാ, ഇത് പവർ ബട്ടണല്ല. ഇതാണ് ശരിക്കും ഓഫ് ആയാലും ഒന്നുമില്ല. ഓണാക്കുക, കണ്ടോ? ഓണാക്കിയിട്ട് ഇതാണ് ഇവിടെ പവർ ബട്ടൺ കേട്ടോ. പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ ബാറ്ററി കാണിച്ചു. ബാറ്ററിയുടെ ലൈഫ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. എനിക്കൊന്ന് 2-3 സ്ഥലത്തും ഇത് ചാർജ് ചെയ്ത് ഞാൻ റൗണ്ട് അടിച്ച് വരും. ഓക്കെ, വേണ്ട ഇങ്ങനെ ഇതാക്കുമ്പോൾ അല്ല ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകും കേട്ടോ. ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ചിട്ട് വണ്ടി ഇങ്ങനെ പോകും കേട്ടോ. കേട്ടോ, ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നല്ലോണം നല്ല സ്പീഡിൽ പോകും കേട്ടോ. നല്ല സ്പീഡിൽ നല്ല കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വളക്ക് ചവിട്ടണമെങ്കിൽ ചവിട്ടിയിട്ട് കണ്ടോ. ചവിട്ടുകയും ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവുമല്ലോ അല്ലേ? വാവ്, എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക, നല്ലൊരു സംഭവമാണ്. ഓക്കെ, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഈ ബൈക്ക് തകർന്നു അല്ലേ? ഇത് ടയറിന് ട്യൂബ്ലെസ് അല്ല, മറ്റേ സാധാരണ ടയറിനല്ല. എമറാഡിൻ്റെ X1 ബൈക്ക് കണ്ടോ? പറയാ
പറ പാട്ട് പാടുത്തോ ഇങ്ങനെ പോന്ന് എവിടെയാ പോന്ന് മുളിച്ചും കിടക്ക് പറ മുളിച്ചും കിടക്ക്. എന്റെ ഫ്രണ്ട് വന്നിട്ടില്ലേ? ഫ്രണ്ടിന്റെ പേര് പറ. സീതാലക്ഷ്മി വന്നിട്ടില്ലേ ബർത്ത്ഡേക്ക്? എന്താ സീതാലക്ഷ്മി എന്താ തന്നെ? എന്തായാലും ഗിഫ്റ്റിലേക്ക് വന്നേ സീതാലക്ഷ്മി? പുതിയ ചെരുപ്പ് പിന്നെ ക്ലിപ്പ് പിന്നെ വേറെ എന്താ തന്നെ? ഇല്ല വീട്ടിൽ ഓണാക്കിയിട്ടില്ല. റിഹേഴ്സലാ. വേറെ എന്താ ഗിഫ്റ്റ് തന്നെ? വേറെ അല്ല വന്നേ ബർത്ത്ഡേക്ക് ലുണ്ടുവിന്റെ? വേറെ അല്ല വന്നേ ലുണ്ടു? ഹായ് നമ്മുടെ വീഡിയോ ഹായ് പറ. ലുണ്ടുവിന് ഹായ് പറ. ലുണ്ടുവിന്റെ വ്ളോഗ് നമ്മളൊരു ഏത് അന്ന് ഗിഫ്റ്റ് എടുത്തിട്ടോ കാണിക്ക്. കാണിക്ക് എന്നുള്ള ഗിഫ്റ്റ് ഓരോന്നായിട്ട് കാണിക്കും. ജെ വാ ജെ ഇങ്ങോട്ട് വാ. ഞാൻ എടുത്തിട്ട് വാ. ഇനി എടുത്തിട്ട് വാ. ജെ ഇങ്ങോട്ട്. ജെ പോന്ന് ഇങ്ങോട്ട് പോന്ന്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ആ കൊള്ളിയിലാണ് പോവാ. കൊള്ളിയിലെടുത്തിട്ട് പോവാ. കൊള്ളി എമ്മാടെ വെച്ചാട്ടെ. അച്ഛമ്മേന്റെ ഗിഫ്റ്റാ ഇതല്ലേ? അടിപൊളി ഗിഫ്റ്റ് ആണല്ലോ. ഇതെന്ത് സംഭവം എന്നാ പറ. അതിനെ പറ്റി പറ. എന്തെല്ലാം എന്തെന്നാ ഇത്? എന്ന് ചെയ്യോ? ഓപ്പണാക്ക് നമുക്ക് നോക്കാലോ. ഇനി നെയ്യുന്ന് ചേച്ചേ ആടെ പണിയെടുക്കുന്നുണ്ടാ. അതിനത് ആന്ന് പണീന്റെ വെള്ളം പരിപാടി അത് ഓപ്പണാക്കി കളിക്ക്. നമുക്ക് നോക്കാലോ എന്തെല്ലാം ഇല്ല. കളിക്ക്. ഇതട്ടുള്ളതാണല്ലോ. മാഗ്നറ്റിക് അല്ലേ? മാഗ്നറ്റിക് എന്ന സാധനമാണല്ലോ. ഇതേപോലെ ചെയ്യ്. ഇതിനകത്ത് മാഗ്നറ്റിക് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? ഇന്റലിജന്റ് മാഗ്നറ്റിക് കൺസ്ട്രക്ഷൻ ഫോർ എ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്തോ കളി സാധനം കേട്ടോ. രണ്ടാളും വെച്ച് അത് ചെയ്യ്. അതുപോലെ ചെയ്യ്. രണ്ടാളും ചെയ്തട്ടെ. എന്താ പറ്റിയേ? അതിൻ്റെ കത്തിയോ എടുത്തുകൊണ്ടേ അല്ലേ? അതോ എൻ്റെ കുഞ്ഞിൻ്റെ കത്തിയല്ലേ ഇത്? കുഞ്ഞിൻ്റെ കത്തിയല്ലേ ഇനി എടുത്ത് എന്തിനാ? ഇനി കളിക്കുന്നല്ലേ? അങ്ങനെ ഇനി ഉന്തി എന്തിനാ? രണ്ടെണ്ണം വെച്ചോണ്ട് നോക്കുന്ന കുഞ്ഞു. എന്താ ഞാൻ അറിഞ്ഞോ? എപ്പോ അറിഞ്ഞാ വന്നേ? ഞാൻ എപ്പോ അറിയാൻ വന്ന? മുഖത്ത് എപ്പോ അറിഞ്ഞ പറ. എപ്പോ അറിയാൻ വന്നേ? കാക്കീട്ടല്ല ഇഞ്ഞ അപ്പിട്ടതാ. ഓ എന്നെ കണ്ടടിച്ച്. എപ്പോ അറിഞ്ഞ? എപ്പോ അറിഞ്ഞ? ബോളെടുത്ത് എറിയാൻ വന്ന തെറ്റാ? മുണ്ടൂല? പോന്നാ സ്കൂളിൽ പോയിട്ട് പറയൂ. ഇനി എന്താ പറയാ? മൈക്ക് വെച്ചോ. ഇതാ മൈക്ക് ആടെ വെക്ക. എന്നാലും കേൾക്കൂല. ഇനി പറയുന്നതിനെ കേൾക്കൂല. മൈക്ക് വെച്ചാലോ. അത് അതിൻ്റെ മൈക്കതാ. പറ. ഇനി ചെറിയ കണ്ണെന്ന് അടിച്ചേന്ന് പറ. എല്ലാവരും കേൾക്കട്ടെ. സബ്സ്ക്രൈബേഴ്സിനെ കേൾക്കട്ടെ. ചെറിയ കണ്ണടിച്ച് കണ്ണ് വേനെടുക്കുന്നത് കേൾക്കട്ടെ. എല്ലാവരും കേൾക്കട്ടെ. ഇനി ചെറിയ വലിയ സബ്സ്ക്രൈബർ അല്ലേ? സബ്സ്ക്രൈബർ ചെറിയ അടിച്ച് ഇനി ചെറിയ ഫുട്ബോൾ എടുത്ത് ഇനി അറിയാൻ അന്നേരത്ത് ഇനി എന്നെ തിരിച്ചടിച്ചല്ലേ? അല്ലേ? അതല്ലേ ഞാൻ അടിച്ചെന്നെ കണ്ണടിച്ച ചെറിയച്ചൻ്റെ? തിരിച്ച് ബോളെടുത്ത് ഞാൻ ചെറിയ ബോളെടുത്തിട്ട് എറിയാൻ ഡുണ്ടുവിനെ എറിയാൻ വന്നിട്ട് കള്ളൻ. എന്ത് കള്ളനാ? കള്ള വെറുപ്പിക്കാനാ? എന്ത് വെറുപ്പിക്കേ? ഇതാ ചോദിച്ചോ.
ഇത് വെച്ചോ വേണ്ട. അപ്പോൾ നമ്മൾ ഇതൊരു ഈ ഒരു സൈക്കിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വേറെ നമ്മൾ കാണിക്കാനില്ലല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന മറ്റേതല്ലേ എന്തെങ്കിലും ഓവർബോർഡിൻ്റെ വീഡിയോ അടിപൊളിയായിരുന്നു. കുറേ ഏകദേശം 2 ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി കാണാം. ഇത് നല്ലൊരു ബൈക്കാണ്, നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഒരു 29,000 രൂപയ്ക്ക് നല്ല അടിപൊളിയായ സൈക്കിൾ. ഇതെടുത്തിട്ട് തിരുക്കു തലശ്ശേരിയെല്ലാം പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. വൈബോ ലുക്കോസ് ഡുണ്ടോസ് സൈനിങ് ഓഫ്. വൈകുന്നേരം നമുക്ക് ഫുഡ് അടിക്കാം. ലാഫെയർ പോയി നമ്മൾ ഫുഡ് അടിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ. ലാഫെയർ പോയി അടിപൊളി ഫുഡ് കഴിക്കും. കഴിഞ്ഞ് തലശ്ശേരിയിലെ ഫുഡ് ബ്ലോഗ് നമ്മൾ വരുന്നുണ്ട് ലാഫെയറിൽ. ഓക്കെ, ബൈ ബൈ.